രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തെ വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നത്. പക്ഷേ ഈ ലോക്സഭാ ഇലക്ഷന് ശേഷം അദ്ദേഹം വലിയ പ്രതീക്ഷയാണ് നൽകിയത്. വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പഴയ പപ്പു തന്നെ എന്ന് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഇടക്കാലത്ത് സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. ലോക്സഭാ സമ്മേളനങ്ങളിൽ അനാവശ്യമായുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇത് പരമാവധി മുതലാക്കാൻ BJPയുടെ ഭാഗത്തു നിന്ന് ശ്രമവും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ജനങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ അദ്ദേഹം നശിപ്പിക്കുകയാണോ? 2024 ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നു എന്ന് പറഞ്ഞാൽ പഴയ രാഷ്ട്രീയത്തെ പറ്റി അറിയാൻ പറ്റുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ 3-2 ഭൂരിപക്ഷത്തിൽ, നാണൂൽപ്പുറത്ത് ഭൂരിപക്ഷത്തിൽ ഇന്ത്യ മഹാരാജ്യം കോൺഗ്രസ് ഭരിച്ചിട്ടുള്ളതാണ്. 2014 45 അദ്ദേഹം 99 വരുമ്പോൾ പുള്ളി പ്രധാനമന്ത്രിയാവാനുള്ള ഭൂരിപക്ഷം ഉണ്ടെന്ന് വിചാരിക്കുന്ന പോലെ ശ്രീത്തും വിചാരിക്കരുത്, തെറ്റായതാണ്. പിന്നെ പുള്ളിക്ക് അല്ലെങ്കിൽ ഒരു 99 സീറ്റിൻ്റെ മുന്നേറ്റം ഉണ്ടായി. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് പോലെ, ഉപദേശകർ പറയുന്നത് പോലെ എന്തൊക്കെയായെന്നുള്ള ധാരണയിൽ പുള്ളി വന്ന് പാർലമെൻറ്റിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. പുള്ളി പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യും, പഠിച്ചിട്ട് സംസാരിക്കുന്നതാവും നല്ലത്. കാരണം പഠിക്കാത്ത വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയാൽ പറ്റുന്ന അബദ്ധമാണ് ഈ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ പാർലമെൻറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആദ്യത്തെ ദിവസം തന്നെ വന്നിട്ട് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഹിന്ദുമതം, അല്ലെങ്കിൽ ഹിന്ദുത്വ എന്നുള്ളതിനെ പറ്റി ഉറക്കെ ആൾക്കാർ പറയുകയും അതൊരു പരിധിവരെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ഹിന്ദുത്വയുടെ ഭാഗമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പല പുരാണങ്ങളും ഉദ്ധരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമേ പാർലമെൻറ്റിൽ വന്നപ്പോൾ തന്നെ പുള്ളി പരമശിവനെയും കൊണ്ടുവന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം യഥാർത്ഥ അർത്ഥവും പുള്ളിയുടെ വ്യാഖ്യാനവും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ലാതെ, അല്ലെങ്കിൽ അതിനകത്ത് പറ്റുന്ന അമളികളൊക്കെ ഉയർത്തി കാണിച്ച് പ്രതിപക്ഷം അദ്ദേഹത്തെ ശരിക്കും കളിയാക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അത് ഒരു വട്ടം അബദ്ധം പറ്റിയാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും അത് കോട്ട് ചെയ്ത് കൊടുത്തവരുടെ അബദ്ധമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മയായിരിക്കാം. പക്ഷേ പുള്ളി ഒരു വിഷയത്തെ ഉദ്ധരിക്കുമ്പോൾ ആ വിഷയത്തെപ്പറ്റി പുള്ളിക്കൊരു ധാരണ ഉണ്ടാവണം. പുള്ളിക്ക് അതിനകത്ത് വ്യക്തത വരുത്തി സംസാരിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. കാരണം പുള്ളി സംസാരിക്കുന്നത് ജനം ശ്രദ്ധിക്കുന്നതാണ്. മാത്രമല്ല പുള്ളി സംസാരിക്കുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഭരണപക്ഷം ഇരിക്കുന്നത്. കാരണം അതിപ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്നത് പോലെ പ്രതിപക്ഷത്തല്ല ഭരണപക്ഷത്തിരിക്കുന്നത്, മനസ്സിലാക്കണം. അപ്പം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പാർലമെൻറ്റിൽ വന്നു. പാർലമെൻറ്റിൽ അദ്ദേഹം ഏകലവ്യനെ പറ്റി സംസാരിച്ചതാണ്. ഏകലവ്യനെ പറ്റി സംസാരിച്ച് പുള്ളി ആകെപ്പാടെ പെട്ടു. ഏകലവ്യൻ എന്ന് പറയുന്ന കുട്ടിയെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ ദവസനെ പറ്റിയും 7-8 വയസ്സുള്ള യുവാവെന്നാണ് പറയുന്നത്. അപ്പം തന്നെ അവിടെ അപ്പുറത്ത് കയറി അതിനെപ്പറ്റി ആക്ഷേപമുണ്ട്. രണ്ടാമത് തപസ്സെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വരുന്ന ചൂടാണെന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പം ഈ തപസ്സെന്ന് പറയുന്ന ശരീരത്തിൽ നിന്ന് വരുന്ന ചൂടാണെന്ന് പറയുക. ഇപ്പം തപസ്സെന്ന് പറഞ്ഞിട്ട് ഒരു മസാജിങ് സെൻ്റർ ഉണ്ട്, എനിക്ക് തോന്നുന്നത് എവിടെയാണ്, ഡൽഹിയിലാണോ വേറെ എവിടെ. അപ്പോൾ അവിടെ ശരീരത്തിന് ചൂട് പകരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് വളരെ വലിയ ട്രോളുകളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ മാതിരിയുള്ള കോമാളിത്തരങ്ങൾ ട്രോളുകളാവുമ്പോൾ, അല്ലെങ്കിൽ ഇത് നമുക്ക് പരസ്യമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് വേറെ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കക്ഷിയുണ്ട്, നമ്മുടെ അരുൺകുമാർ. പക്ഷേ ഈ ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല. പുള്ളി വേറെ ചില താല്പര്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കും. പുള്ളി കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എപ്പോഴും പുള്ളി ഈ പറയുന്നത് പോലെ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറഞ്ഞിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഈ മസാല ദോശയിൽ ബ്രാഹ്മണ്യം കാണുന്ന ആൾ അതിന് മുമ്പ് വേറെ ഈ പറയുന്നത് പോലെ നമ്മുടെ സ്കൂൾ യുവജനോത്സവത്തിൽ ഈ പഴയടത്തെ കയറി പറഞ്ഞു. അപ്പോൾ ഈ എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുകയും പുള്ളി ഭാരതീയ സംസ്കാരം അനുസരിച്ചും ഹിന്ദുത്വം അനുസരിച്ചും വെജിറ്റേറിയനായിട്ടൊക്കെ പുള്ളിയുടെ വീട്ടുകാരെയൊക്കെ കൊണ്ടുപോയിട്ട് വേറെ ചില ആൾക്കാരെ അത് ശരിയല്ലെന്ന് കാണിക്കുന്നതിനും, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിനകത്ത് പുള്ളിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന രീതിയിലൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം പുള്ളി വിവാദത്തിൽ വന്നെന്ന് പറഞ്ഞാൽ പാപയോനി എന്ന് പറഞ്ഞ ഈ ഭഗവത്ഗീതയ്ക്കകത്തൊരു വേട് വെച്ചിട്ട് പാപയോനിൽ പിറന്നവരാണ് ദളിതർ, പാപയോനിൽ പിറന്നവരാണ് സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിവാദമായിട്ടുള്ള പ്രസ്താവന വരികയും അത് വളരെ ചർച്ചയാവുകയും എന്താണ് പാപയോനി എന്ന് പറയുന്നതിനെ പറ്റി ഒരു വ്യാഖ്യാനം നമുക്ക് പറയേണ്ടി വന്നത്. ഇപ്പോൾ പാപയോനി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംസ്കൃതത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സ് അല്ലെങ്കിൽ കാരണം എന്നൊക്കെയാണ്. അപ്പം ഈ പറയുന്നത് പോലെ പാപയോനിയിൽ പിറക്കുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിനകത്ത് സംഘർഷം ഉള്ള ആള്, അല്ലെങ്കിൽ കാരണം അതിന്. അപ്പം ആ രീതിയിലുള്ള ആൾക്കാർ പാപയോനിയിൽ പിറക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് പാപയോനിയിൽ പിറക്കുന്നത്. അപ്പം അത് മഹാപാപമാണ്, ദളിതരാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് ഈ പറഞ്ഞതുപോലെ പാപയോനിയിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിക്കുന്ന ആൾക്കാർ, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയും പെങ്ങളും, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന നമ്മുടെ ഭാര്യയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ കാര്യത്തിൽ വരെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ
ഇന്നൊക്കെ നടക്കണം എന്ന് വിചാരിക്കുക, അത് നടത്തിയെടുക്കുന്നതിനകത്ത് അവരാണ് താല്പര്യം കാണിക്കുക. അതായത് നമ്മൾ വിചാരിക്കുന്ന നിസ്സാരമായിട്ടുള്ള കാര്യം അല്ല ഒരു സ്ത്രീ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ സ്ത്രീകൾ സംഘർഷം അനുഭവിക്കുന്നവരാണ്. അതുപോലെ ഈ സാധാരണ ദളിതരെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പഴയ ഇതനുസരിച്ച് ഇപ്പോഴത്തെ ആൾക്കാർ ബ്രാഹ്മണിക്കൽ ഹെജിമണിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അത് മോശമാണെന്ന് കാണിക്കുന്നതിനും വേണ്ടിയാണ് ഈ ജാതി വ്യവസ്ഥ. ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരാണങ്ങൾ പുറകോട്ട് പഴയത് പരിശോധിക്കുമ്പോൾ ജാതി വ്യവസ്ഥയ്ക്കകത്ത് ഈ പറയുന്നത് പോലെ ജന്മം കൊണ്ടല്ല ജാതി, അല്ല എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്തതിന് ശേഷം ഇവരെ ഏർപ്പെടുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വേദങ്ങളും ഉപനിഷത്തുകളും ജാതിയെ ഉദ്ധരിച്ചത്. അപ്പോൾ ഏത് തൊഴിലാണ് ഏറ്റെടുക്കുന്ന അനുസരിച്ച് ബ്രാഹ്മണൻ അല്ലെങ്കിൽ ശൈദ്രൻ ശൂദ്രൻ എന്നൊക്കെ വരും. എന്ന് പറഞ്ഞാൽ അവനവൻ്റെ തൊഴിൽ, കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരെയാണ് ഈ ശൂദ്രൻ എന്നുള്ള. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാർ ചോദിച്ചാലും നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ മോശക്കാരെന്ന് പറയും. കാരണം ഏറ്റവും കൂടുതൽ അവരാണ് ഏറ്റവും ആൾക്കാർ അംഗീകരിക്കുന്നത്. കാരണം ലോകത്തുള്ളവന് മൊത്തവും അവൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ അവർക്കും ടെൻഷൻ, അല്ലെങ്കിൽ അവർ ആ രീതിയിലാണ് ഈ ഭഗവത്ഗീതയിൽ അത് പറഞ്ഞിട്ട്. പക്ഷെ പുള്ളി അത് തെറ്റായ രീതിയിൽ ധരിപ്പിച്ചു. അപ്പോൾ പുള്ളി അത് തെറ്റായ രീതിയിൽ ധരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അത് അങ്ങനെ ധരിപ്പിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ധരിപ്പിക്കണം എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ട് പറയുന്നത് പോലെയാണ് നമുക്ക് ഈ അരുൺകുമാറിൻ്റെ കാര്യം. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഓരോ വിഷയത്തിലും അഗാധമായ പാണ്ഡിത്യമുണ്ടെന്ന് കാണിക്കുന്നതിനും അല്ലെങ്കിൽ ആ വിഷയത്തിൽ അകത്ത് ഊന്നി ലോകസഭയിൽ ഓരോ വിഷയത്തെ ഉദാഹരണം പറയുന്നതിനും. അപ്പം അദ്ദേഹവും ഈ സംസ്കാരത്തിൻ്റെയും അല്ലെങ്കിൽ ഈ സംസ്കാരം അറിയാവുന്ന ആളാണെന്നും ഈ പറയുന്ന അറിയാലോ മോദി ഹിന്ദുത്വ സംസ്കാരത്തിനനുസരിച്ച് ഏറ്റവും അത് ഉയർത്തിപ്പിടിച്ച് പരസ്യമായിട്ട്, അതായത് ഇതിനു മുമ്പുള്ള പ്രധാനമന്ത്രിമാർക്കപ്പുറം നമ്മൾ നോക്കുമ്പോൾ ഹിന്ദുത്വ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച്, ഹിന്ദു സംസ്കാരം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച് പരസ്യമായിട്ട് അത് ഇന്ത്യയിലും ലോകത്തുടനീളം ഉയർത്തിപ്പിടിച്ചിട്ട് അതിനകത്ത് വിജയം കണ്ടെത്തിയ ഒരു നേതാവാണ്. അതുപോലെ യോഗി ആദിത്യനാഥ്, പുള്ളി കാക്ഷായ വേഷവും പുള്ളി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തെ അല്ലെങ്കിൽ അദ്ദേഹം പിന്തുടർന്ന് വരുന്ന സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നുള്ളൂ. അദ്ദേഹത്തെ പറ്റി ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ യോഗി ആദിത്യനാഥ് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളും, അല്ലെങ്കിൽ പുള്ളിയുടെ ആശ്രമത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് പോലെ മുസ്ലിങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതുകൊണ്ട് ജനപ്രതിയാവുന്നതൊക്കെ ആയിട്ടുള്ള ആളാണ്. അത് ദീർഘമായിട്ട് പരിശോധിക്കാൻ പോയിട്ടുള്ളവർക്കൊക്കെ നമുക്ക് മനസ്സിലാവും. നമുക്കറിയാവുന്ന ഏഷ്യാനെറ്റൊക്കെ അതിന് പോയി പരാജയപ്പെട്ടാണ് പുള്ളിയുടെ ആശ്രമത്തിൽ ചെല്ലുകയും. പുള്ളിയുടെ ആശ്രമം ചെന്നപ്പം അവിടെ 10,400 ജോലിക്കാരുണ്ട്, ഇത് 3/4 ഭാഗവും മുസ്ലിങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഉള്ള അല്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കുന്ന പ്രധാനപ്പെട്ട അന്നത്തെ ലോക്സഭ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ്. ഈ മുസ്ലിങ്ങൾ മൊത്തം പുള്ളിയുടെ ആൾക്കാരാണ്. പുള്ളി കഴിഞ്ഞേ ഉള്ളവർക്ക്. അപ്പം അത്രയ്ക്ക് ആ രീതിയിൽ ബന്ധം പുലർത്താം. പിന്നെ ഇപ്പം ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ വേറെ ചില താല്പര്യങ്ങളുള്ളവരും ഒക്കെ ഇവരെ മാറ്റുന്നത്. ഈ മോദിയുടെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടിയിൽ ഗുജറാത്ത് കലാപമൊക്കെ പറയുമ്പോഴും ഗുജറാത്ത് കലാപത്തിൻ്റെ നമ്മൾ 2 വശവും പരിശോധിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും പറ്റി നമുക്ക് മനസ്സിലാവും. അപ്പം ആ രീതിയിലേക്കുള്ള ആളാണെന്ന് അവർക്കപ്പുറം ഈ മോദി എപ്പോഴും കുറി ഇട്ടുകൊണ്ട് നടക്കുന്നു, അമ്പലത്തിൽ കയറുന്നു, പ്രതിഷ്ഠ അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠയുടെ ഭാഗമാക്കുന്നു, ഈ രീതിയിൽ ആരതി ഒഴിയുന്നു, പ്രധാനപ്പെട്ട ഗണേശോത്സവത്തിൽ പങ്കെടുക്കുന്നു, ശ്രീകൃഷ്ണ ജയന്തിയിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം കാളി പൂജകളൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ പങ്കെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു പുള്ളി. ഓരോ ദിവസം കഴിയുമ്പോഴും അത് ഇന്ത്യയിൽ അത് നടപ്പാക്കുന്നതിനൊപ്പം ഇത് ലോകത്തും പോകുന്ന ഭാഗത്തെല്ലാം ഈ നിലപാടുമായിട്ടും ഈ ആശയത്തുമായിട്ടും പോകുന്ന ആൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇദ്ദേഹം രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ കൂടെയുള്ള കക്ഷികളും ഈ ഇന്ത്യ മുന്നണിയിലെയും കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർ തന്നെ വിചാരിക്കുകയാണ് ഇനി രാഹുലിനെ കൊണ്ടൊന്നും നടക്കില്ല, ഇനി സ്വന്തം വഴി നോക്കി പുറത്തു പോകുക എന്നതാണോ അവരുടെ ചിന്ത? കാരണം ഇന്ത്യ മുന്നണിയെ നയിക്കാൻ ഇനി പ്രാപ്തിയായിട്ടുള്ളത് മമതാ ബാനർജിയാണെന്ന് NCP പറഞ്ഞു, അതോടൊപ്പം തന്നെ RJD പറഞ്ഞിട്ടുണ്ട്, പല പ്രധാനപ്പെട്ട കക്ഷികളും പറയുന്നു. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഇമേജ് ഇത്തരം മണ്ടൻ പ്രസ്താവനകളും മുൻപുള്ള പണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് എന്ത് പറഞ്ഞോ അത് തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഇദ്ദേഹത്തിനൊരു മാറ്റമില്ലെന്ന് ഈ കൂടെയുള്ള കക്ഷികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും അവൻ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അപ്പുറമാണെന്ന് കാണിക്കുകയാണ്. ഈ പറയുന്ന പോലെ സംസ്കാരത്തെ ഇന്ത്യയിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തെ ലോകത്തും പടർത്തുന്നു. യോഗയുടെ വിഷയം അറിയാമല്ലോ, യോഗ ഡേ അത് ലോകം മൊത്തം ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഏറ്റെടുക്കുന്ന വിഷയം ലോകം അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അത് ഇന്ത്യൻ സംസ്കാരത്തിൽ. അപ്പം അതിനകത്ത് അദ്ദേഹത്തെക്കാട്ടിൽ പാണ്ഡിത്യം എനിക്കുണ്ടെന്നും ആ BJPക്ക് അപ്പുറം
പാണ്ഡിത്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെ വരുത്താൻ വേണ്ടി പുള്ളി ഓരോന്നും കൊണ്ട് വരികയും ലോകമണ്ഡനായിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അതായത് ഇപ്പം സദീവ് ചോദിച്ചതുപോലെ ഈ പറയുന്ന മനുഷ്യൻ എന്തിനിറങ്ങുന്നോ അത് മണ്ടത്തരത്തിൽ കലാശിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. കാരണം ഇതുപോലെ തന്നെ പല വിഷയങ്ങൾ, അദാനിയുടെ വിഷയം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയം ഈ ജാതി സെൻസസ് അങ്ങനെ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ പറയുമ്പോഴും ഇതൊക്കെ അദ്ദേഹത്തിനെതിരാവുകയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന കക്ഷികൾക്ക്, അതായത് ഇന്ത്യ മുന്നണി തന്നെ തകർച്ചയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇപ്പൊ ഈ ചോദിച്ചതുപോലെ അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ പണ്ട് ഒരു രാജാവ് രാജ്യസഭയിൽ മുഴുവനെ നിന്നപ്പോൾ രാജാവാണല്ലോ, അതുകൊണ്ട് എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരും ഉണ്ടാകുന്നപ്പോൾ ഒരു കുട്ടി വന്ന് പറഞ്ഞു രാജാവ് നഗ്നനാണ്, തുണിയെടുത്ത് കൊടുത്തേ മതിയാവത്തുള്ളൂ. അപ്പൊ കുട്ടിക്ക് അറിയത്തില്ല അങ്ങനെ പറഞ്ഞാൽ തല പോകുന്നോ അല്ലെങ്കിൽ കുഴപ്പമുണ്ടെന്നോ. അപ്പൊ ഈ പറയുന്ന കുഴപ്പങ്ങളെല്ലാം ഉള്ള ആളാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ കുഴപ്പങ്ങളുള്ള ആളാണ്. പുള്ളിയെ നയിക്കാൻ കൊള്ളത്തില്ല, അദ്ദേഹത്തിന് യോഗ്യമായിട്ടുള്ള പണിയല്ല ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രാപ്തമായിട്ടുള്ള ആളിനെ വെച്ചാലേ ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനോ ഈ പറയുന്ന അധികാരത്തിലോ ഒക്കെ വരാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടായാലേ ജനം അംഗീകരിക്കത്തുള്ളൂ. ഇത് പറയാൻ ആളില്ലാത്ത അവസ്ഥയാണ്, പറയാതെ പറഞ്ഞു പോകുന്ന അവസ്ഥ. മമതാ ബാനർജി പച്ചയായിട്ട് പറഞ്ഞു. ഈ മമതാ ബാനർജി പറഞ്ഞ അയാളുടെ അടുത്ത് നമ്മളില്ല, എനിക്ക് പുള്ളി അംഗീകരിച്ചു പോകാനൊന്നും പറ്റത്തില്ല, അല്ലാതെ ഈ കോൺഗ്രസിനെ എനിക്ക് അംഗീകരിച്ചു പോകാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ മമതാ ബാനർജി പറയുന്നതിനോട് കൂടി യോജിക്കുന്നുണ്ട് ആൾക്കാർ. ശരത് പവാർ മുതിർന്ന പഴയ ആദ്യകാല കോൺഗ്രസിന്റെ നേതാവും കോൺഗ്രസിനോട് വെല്ലുവിളിച്ചിട്ട് മഹാരാഷ്ട്രയെ വലിയ വിപ്ലവം ഉണ്ടാക്കിയ ആളാണ്. ഇപ്പോഴും മഹാരാഷ്ട്രയുടെ ഇപ്പൊ കുറച്ച് സീറ്റ് പറഞ്ഞെങ്കിലും മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നതിനകത്ത് വലിയ ഭീഷ്മാചാര്യനായിട്ടുള്ള കക്ഷിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ മൊത്തം കൈവിട്ടു തുടങ്ങി, കോൺഗ്രസ് കൈവിട്ടു തുടങ്ങി, അല്ലെങ്കിൽ കോൺഗ്രസിന് പ്രതീക്ഷ നഷ്ടപ്പെട്ട് പോകുന്ന ഒരവസ്ഥയാണ്. നാളെ നന്നാവുമെന്ന് വിചാരിച്ചാൽ നാളെയും നന്നാവത്തില്ല ഞാൻ എന്നുള്ള രീതിയിലേക്കാണ് പുള്ളി കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതുമല്ല. ആണ് ഒരു രാഷ്ട്രീയക്കാരൻ, അല്ല ഒരു പ്രതിപക്ഷ നേതാവ്. ഓരോ കാര്യത്തിനകത്ത് പഠനം ഉണ്ടാവണ്ടേ? ബാക്കിയുള്ളവരെല്ലാം ദീർഘമായിട്ട് പഠിച്ചു വരുമ്പോൾ ഒരു പഠനവും ഇല്ലാതെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വഷളാക്കുകയും കോമാളിയാവുകയും അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നവരെ കൂടെ ഈ കോമാളിത്തരത്തിന്റെ ഭാഗമാണെന്ന് വരുത്തുകയൊക്കെ ചെയ്തു. കോൺഗ്രസിന് പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ പ്രിയങ്കാ ഗാന്ധി ആൾട്ടർ വേസ്റ്റ് ആയിട്ട് മാറിയില്ലേ? ഇപ്പൊ 2 ദിവസം കൊണ്ട് തന്നെ അവരെന്താണ് ഇദ്ദേഹത്തിന് അപ്പുറമാവും, ഇനി ഒരു പ്രശ്നമില്ലെന്നുള്ള കാര്യം BJP കുറിച്ച് എഴുതിയെടുത്തു. മനസ്സിലായി? ഇതുവരെ ഈ കണ്ട കാര്യങ്ങൾ അവളോട് സംസാരിച്ചിട്ടൊന്നുമില്ല, എഴുതിയെടുത്തു. അപ്പൊ ഞാനീ പറഞ്ഞത് പുള്ളി ശരിക്കും ഒരു കൃത്യമായ കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കോമാളിയാവുമെന്ന് പറഞ്ഞാൽ പുള്ളി വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഇതുവരെ സംഭവിച്ചതുപോലെ ഒച്ചയിഴഞ്ഞ അക്ഷരമാവുന്നത് പോലെ ഞാനങ്ങ് പ്രധാനമന്ത്രിയായി പോകും, എൻ്റെ പുള്ളിയുടെ ശീലവും പുള്ളി കണ്ട ശീലവും അതാണ്. പക്ഷെ അത് സംഭവിക്കത്തില്ല. രാഹുൽ ഗാന്ധി വേസ്റ്റാണ്. കോൺഗ്രസ് മറ്റൊരാളെ നയിക്കുന്നതിന് വേണ്ടി പ്രിയങ്കാ ഗാന്ധിയെ കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് ഏറ്റെടുത്തിരുന്നത് മറ്റൊരു ഇന്ദിരാഗാന്ധിയാണ്. പക്ഷെ ഒന്നുമല്ല, ലോക വേസ്റ്റുകളായിട്ടുള്ള 2 പേരെന്ന് ഈ പുതിയ ലോക്സഭാ സമ്മേളനത്തോടുകൂടി അവർ 2 പേരും വേറെ ആരും മെനക്കെടേണ്ടി വന്നില്ല, അവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ രാഹുൽ ഗാന്ധിയെ വെച്ചിട്ടോ നമ്മളിപ്പോൾ രണ്ടാമത് കോൺഗ്രസ് ആഗ്രഹിച്ച പ്രിയങ്കാ ഗാന്ധിയെ വെച്ചിട്ടോ ഒന്നും കോൺഗ്രസിനെ ഇനിയും രക്ഷപ്പെടുത്താൻ ഒക്കുമെന്ന് ഉള്ള പ്രതീക്ഷ മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമുക്കും തോന്നുന്നില്ല. മോദി ആഗ്രഹിച്ചതുപോലെ എല്ലാം മോദി ആഗ്രഹിച്ചതുപോലെ നടക്കുന്നുണ്ട്. മോദി ആഗ്രഹിച്ചതുപോലെ ഒരു കോൺഗ്രസ് മുക്ത ഭാരതം അതിവിദൂരമല്ല. കോൺഗ്രസ് മുക്ത ഭാരതത്തിൽ പറ്റത്തില്ല എന്ന് 2024 ശേഷം വളരെ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ചെറിയൊരു പ്രതീക്ഷ വെച്ചിരുന്ന പോലെ, പക്ഷെ അതിനൊക്കെ അല്ല, കോൺഗ്രസ് മുക്ത ഭാരതം തന്നെയാണ്. പിന്നെ നെഹ്റു എന്താണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ നെഹ്റുവിനെ പൊളിക്കുന്നതിന് വേണ്ടി മെനക്കോട്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നെഹ്റു ഇന്ത്യ വിരുദ്ധനാണ്, ഇന്ത്യയുടെ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം നെഹ്റു ആണെന്ന് BJP ഉറക്കെ പറയുമ്പോൾ അത് വ്യക്തത വരുത്തി പറയുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ ഉൾക്കൊള്ളിക്കുന്നതിനും ഈ രാഹുൽ ഗാന്ധി മുഖേന കഴിഞ്ഞ ദിവസങ്ങളുടെ ഭരണഘടനാ ചർച്ചയോടുകൂടി സാധിച്ചു. അതായത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന് അനുഗ്രഹമല്ല, ഇന്ത്യക്ക് അനുഗ്രഹമല്ല, ശാപം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.